5 ദിവസങ്ങളിലായി തങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ നടന്ന ബി-സോൺ കലോത്സവത്തെ ഒരു നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകാനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു കളന്തോട് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ. കലോത്സവ നഗരിയിൽ ഫുഡ് കോർട്ട് ഒരുക്കിയാണ് ഇവർ വീടിനുള്ള ധനസമാഹരണം നടത്തുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കളന്തോട് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നുവരുന്ന കാലിക്കറ്റ് സർവകലാശാല ബി-സോൺ കലോത്സവത്തിന്റെ ആളും ആരവവുമെല്ലാം ഒരു സൽപ്രവൃത്തിക്കുള്ള അവസരമാക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ 144 കോളേജുകളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കലോത്സവവേദിയിലെത്തുമ്പോൾ ക്യാമ്പസിൽ ഒരു ഫുഡ് കോർട്ട് ഒരുക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കോളേജിനടുത്ത് ഒരു കൂരയിൽ താമസിക്കുന്ന 3 പെൺമക്കളടക്കമുള്ള ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഫുഡ് കോർട്ട് ഉണ്ട്, അപ്പുറത്ത് പാലിയേറ്റീവിൻ്റെ തന്നെ ചായക്കടി അതേമാതിരി കാര്യങ്ങൾ. ഞങ്ങളുടെ ഫുഡ് കോർട്ട് മാത്രമേ ഉള്ളൂ. ബിരിയാണിയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ചിക്കൻ ബിരിയാണി. പിന്നെ ഓരോ കോളേജുകാരും ഒന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. ബിരിയാണി ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല രസമുണ്ട് വിചാരിക്കുന്നത്. വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഫുഡ് കോർട്ടിലുള്ളത്. മിക്ക വിഭവങ്ങളും കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്നത്. അത് നമുക്ക് പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അതായത് ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തറ കെട്ടി കൊടുക്കാനുള്ള ഫണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള കടികളൊക്കെ നമ്മൾ ഓരോരുത്തരെ പുരേന്ന് അവരുടെ ഉമ്മമാർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇതിലൂടെ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ 5 ദിവസം നമ്മൾ സ്റ്റാൾ ഇട്ടുണ്ട്. നല്ല കച്ചവടമാണ് നടക്കുന്നതെന്നും എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ടെന്നും മോശമല്ലാത്തൊരു വരുമാനം ലഭിക്കുമെന്നും തങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു ഘട്ടം പൂർത്തിയാക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നും ഇവർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ബിരിയാണി വന്ന് 30 രൂപ വെച്ച് ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ 300 ബിരിയാണി വിറ്റു, 9,000 രൂപേൻ്റെ അടുത്ത് ലാഭമുണ്ട്. അങ്ങനെ വെച്ചിട്ട് നോമ്പാവുന്ന കഴിയുന്നതിന് മുന്നേ തന്നെ വീടിൻ്റെ പണി ഏകദേശം ഒരു പകുതിയെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. 10 പേരുണ്ട് ഞങ്ങൾ ഈ ടീമിൽ. NSS യൂണിറ്റ് ഫുള്ളുണ്ട്, പക്ഷേ ഓൾക്കൊക്കെ ഓരോരോ ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങളതിൽ 10 പേരാണുള്ളത്. MES കോളേജിന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ 5 സ്നേഹവീടുകൾ ഇതുപോലെ ഒരുക്കി നൽകിയിരുന്നുവെന്നും ഇത് 6ാമത്തേതാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടികൾ മുൻകൈയെടുത്ത് സമാഹരിക്കുന്ന തുകയും മാനേജ്മെന്റ് സഹകരിച്ച് ഉടൻ തന്നെ ഈ നിർധന കുടുംബത്തിന് സ്നേഹഭവനം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ബി-സോൺ കലോത്സവത്തിന് ആതിഥേയം വഹിക്കുന്ന MES കോളേജിലെ വിദ്യാർത്ഥികളുടെ ഈ ഉദ്യമത്തിന് മറ്റു കോളേജുകളിൽ നിന്നെത്തിയ കുട്ടികളും നല്ല പിന്തുണയാണ് നൽകുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.